തിരുവനന്തപുരം വർക്കലയിൽ 16-കാരന് ഇരുചക്രവാഹനമോടിക്കാൻ നൽകിയ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ അമ്മയായ പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിക്കെതിരെയാണ് അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ പതിവ് വാഹന പരിശോധനയ്ക്കിടയിലാണ് വർക്കല അയിരൂരിൽ നിന്നും പാളയംകുന്ന് ഭാഗത്തേക്ക് ഇരുചക്രവാഹനം ഓടിച്ചു വരുന്ന 16-കാരനെ പോലീസ് കാണുന്നത്. കുട്ടിയുടെ വാഹനം നിർത്തിച്ച് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും അമ്മയാണ് കുട്ടിക്ക് വാഹനമോടിക്കാൻ നൽകിയതെന്ന് മനസ്സിലായി. തുടർന്ന് പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ അമ്മയ്ക്കെതിരെ അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മേൽ നിയമ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു. 50,000 രൂപ പിഴയോ 1 വർഷ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും അയിരൂർ പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്നാണ് തനിക്ക് സ്കൂട്ടർ നൽകിയത് അമ്മയാണെന്ന് കുട്ടി പറഞ്ഞത്. പിന്നാലെ അമ്മയ്ക്കെതിരെ അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതേസമയം കേരള പോലീസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു, കുട്ടികൾ വാഹനമോടിച്ചാൽ രക്ഷകർത്താക്കൾക്ക് ജയിൽ ശിക്ഷ എന്നുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുട്ടികളെ കൊണ്ടുള്ള ഡ്രൈവിംഗ് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല എന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് വാഹനം നൽകിവിടുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ മാത്രമല്ല റോഡിലെ മറ്റുള്ളവരുടെ ജീവനും കൂടിയാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്. ലൈസൻസ് ലഭിക്കാത്ത കുട്ടികൾ പ്രതികളായ ഗുരുതരമായ നിരവധി കേസുകളും ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിക്കുകയോ നിയമലംഘനം നടത്തുകയോ ചെയ്താൽ വാഹനം നൽകിയ മാതാപിതാക്കൾക്ക് അഥവാ രക്ഷിതാവിനാണ് പിഴയും 3 വർഷ തടവും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 1 വർഷത്തേക്ക് റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. വാഹനമോടിച്ച കുട്ടിക്ക് 18 വയസ്സിനു പകരം 25 വയസ്സിന് ശേഷം മാത്രമേ ലൈസൻസ് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിരിക്കൂ. തന്റെ അറിവോടെ അല്ലെങ്കിൽ സമ്മതത്തോടെയല്ല കുട്ടി കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രക്ഷിതാവിനാണ്. ഇതുൾപ്പെടെ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികൾ സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിയമം കർശനമായി നടപ്പാക്കി കുട്ടി ഡ്രൈവർമാരെ നിരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യവും. മലബാർ മേഖലയിലാണ് ഇത്തരം നിയമലംഘനം കൂടുതലായുള്ളത് എന്നാണ് പോലീസ് ഒരാഴ്ച നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.